PSC ഏറ്റവും കൂടുതൽ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് എന്നുള്ളത് പണ്ടൊരു വിവാദമുണ്ടായപ്പോൾ ആവർത്തിച്ച് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. PSCയുടെ ശ്രീചിത്രയുടെ ഒക്കെ പരിസരങ്ങളിൽ വെച്ച് ഇത്തരം മാഫിയകൾക്ക് സാധാരണ ജനങ്ങളെ തട്ടിച്ച് പണം കവരാനുള്ള സാധ്യത ഒരുക്കപ്പെടുകയാണ്. അതിനോട് അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാനുള്ള സാധ്യത അവരുടെ മുന്നിൽ വന്ന് നിന്നിട്ടും അങ്ങനെ ഒരു വിവരം പ്രാഥമികമായി കിട്ടിയിട്ടും അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തേത്, ഒരു വർഷമായി ഈ തട്ടിപ്പിങ്ങനെ നടക്കുകയാണ്. ബാങ്ക് ട്രാൻസ്ഫർ അടക്കമുള്ള കാര്യങ്ങൾ, കൂടിക്കാഴ്ചകൾ, ഫോൺ കോളുകൾ, ഇതെല്ലാം നടക്കുകയാണ്. പക്ഷെ നമ്മുടെ സംവിധാനത്തിനുള്ളിൽ ഒരു ഈച്ച പോലും തുടക്കത്തിൽ പറഞ്ഞതുപോലെ അറിയുന്നില്ല ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടായി എന്നുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പോയാൽ കേസെടുക്കുന്നില്ല. വീണ്ടും വീണ്ടും തട്ടിപ്പുകൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ആദ്യം നമ്മളോട് കണ്ണൂരിൽ നിന്ന് സംസാരിച്ച ആളുകൾ പറഞ്ഞ പേരുകൾ എത്ര അനവധിയാണ്. നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അടക്കം, മുൻ നേതാക്കളടക്കം, തിരുവനന്തപുരം മേയർ അടക്കം, ഇങ്ങനെ പലരുടെയും പേരുകൾ പറയുകയാണ്. ഇത് തട്ടിപ്പ് സംഘം പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് അവരെ ആരെയും ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം തട്ടിപ്പ് നടത്താൻ പോകുന്നവർ ഒറിജിനലായ കാര്യങ്ങളോ സത്യമായ കാര്യങ്ങളോ അല്ല പറയുന്നത്. പക്ഷെ അധികാരത്തിലിരിക്കുന്നവരുടെ പേരും വിശ്വാസ്യതയും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ്. എങ്ങനെ പൂട്ടിടും ഇതിന്? അല്ല മാധു, ഞാൻ ആദ്യമായിട്ട് ഈ സൈബർ തട്ടിപ്പിനെ പോലും വെല്ലുന്ന ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ബിജു പങ്കജിനെ ഒന്ന് അഭിനന്ദിക്കുക. സൈബർ തട്ടിപ്പിനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന പോലെയാണ് ഇവർ നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, ക്ഷമിക്കണം, എന്നെ ഒന്ന് തട്ടിക്കണമെന്ന് പറഞ്ഞ് നേരം വെളുക്കുമ്പോൾ എണീക്കുന്നവരെ കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ രാവിലെ തന്നെ തട്ടിക്കാൻ ആരെങ്കിലും വരുന്നതാണ് ഇവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ കണ്ണൂർ സ്വദേശിയോടുള്ള സഹതാപം, അദ്ദേഹത്തിനോടുള്ള വിഷമം പിന്നെ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് വിചിത്രമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് റിയാസിൻ്റെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള ഈ രീതിയിൽ ചിന്തിക്കുന്ന അതിൻ്റെ കള്ളത്തരം എന്താണെന്ന് സാമാന്യ ബുദ്ധി ചിന്തിക്കാത്തൊരു വ്യക്തി പോലെയുള്ളവരുടെ അടുത്ത് നിന്ന് പൈസ തട്ടിക്കും. അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾ പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ദാമോദർ പ്രസാദ് പറഞ്ഞൊരു വാക്യം അങ്ങേയറ്റ പ്രതിഷേധർക്ക് അദ്ദേഹം പറഞ്ഞെന്നാ, ഞാനത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് പറയട്ടെ. ഇനിയിപ്പം ഗണേഷ് കുമാറിനോടും അതുപോലെ റോഷിയേഷനോടും ചോദിച്ചു ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ കൈമലർത്തുന്നു. അവരറിഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഈ തട്ടിപ്പെടുന്നത്. എന്തൊക്കെയാണ് ആരെക്കുറിച്ച് എന്തും പറയാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഗണേഷ് കുമാർ കാശ് വാങ്ങിക്കുന്നുണ്ട്, ഗണേഷ് കുമാർ കാശ് മേടിക്കുന്നത് ഇതുപോലെ ഫ്രോഡിനെ നടത്താൻ പോയ ആളുടെ പേരടക്കം ഈ ഓഫീസ് അടക്കമുണ്ട്. മിനിസ്റ്റർ വിളിക്കുന്നു എന്ന് മറ്റൊരാൾ ആ പാർട്ടി ഓഫീസിൽ വെച്ച് പറഞ്ഞിട്ട് ഇയാൾ മുകളിലേക്ക് കയറി പോവുക. ഞാൻ ചെന്നാൽ ഈ പറയുന്ന ഇടത്ത് മുകളിലേക്ക് കയറി ചെല്ലൂ എന്ന് എന്നെ പറഞ്ഞ് വിളിക്കാൻ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ നേരത്തെ എടുത്തിട്ടൊക്കെ പോകണം. സാധാരണ ഒരാൾക്ക് പ്രാപ്യമല്ലാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ, പ്രിവിലേജുകൾ കൺമുന്നിൽ അനുഭവിക്കുന്നത് കാണുകയാണ്. ഒരു പാർട്ടി ഓഫീസിനുള്ളിൽ വെച്ച് പേരെടുത്ത് വിളിച്ച് മന്ത്രിയെ കാണാൻ പോകുന്നു. അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ ഫയലും പണവും ഉണ്ട്, തിരിച്ചു വരുമ്പോഴില്ല. അപ്പോൾ അവിടെ അത് അയാൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നൊരു സംവിധാനമുണ്ട്. ഈ നിലയ്ക്ക് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാവണം. എൻ്റെ പാർട്ടി ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്നോ അല്ലെങ്കിൽ അയാൾക്കെതിരെ അന്വേഷണം വേണമെന്നോ ആവശ്യപ്പെടണം. ഇവിടെ ഒരു ഏകാധിപത്യ രാജ്യത്തോ പട്ടാള ഭരണം നടക്കുന്നൊരു രാജ്യത്തോ അല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ ഒരു പാർട്ടി ഓഫീസിലോ ആതൊരു സാധാരണക്കാരൻ എപ്പോഴും പ്രവേശിക്കുക. നിങ്ങളാരും വരാൻ പാടില്ല, ഐഡന്റിറ്റി കാർഡ് ചോദിച്ചിട്ടാണ് ഒരു പാർട്ടി ഓഫീസിൽ നിന്ന് കയറുന്നത്. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ എത്രയോ കേരളത്തിൽ നടത്തുന്നുണ്ട്. വേണ്ട, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് പറയേണ്ടത് എന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇത് ശരിയാണ് എന്ന് ചോദിക്കാനായിട്ട് ഈ പാവ മനുഷ്യന് തോന്നിയോ? ഇനി രണ്ടാമത് ഇദ്ദേഹം ചെയ്ത ഏറ്റവും, ഞാനിത് കുറ്റപ്പെടുന്നതല്ല, നമ്മൾ ഒരു സാമാന്യ ബോധത്തിൽ ജനം ചിന്തിക്കാൻ വേണ്ടി പറയാം. ഇരിട്ടി പോലീസ് കൊണ്ട് പരാതി കൊടുത്തു. ഇരിട്ടി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ മന്ത്രിമാരോടൊപ്പം ഒക്കെ ഉള്ളവരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും, നിങ്ങളുടെ കാശ് പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഏതെല്ലാം സിസ്റ്റം ഉണ്ട്. ഇവിടെ DYSP ഉണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട്, SP ഉണ്ട്. വേണ്ട, കേരള മുഖ്യമന്ത്രിക്ക് DGPക്ക് വേണ്ട ഒരു മെയിൽ കൊടുത്ത് പരാതി കൊടുക്കാൻ പറ്റായിരുന്നോ? ഇതൊന്നും അത് കൊടുക്കാതെ അദ്ദേഹത്തിന് തോന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഇതുപോലെ ശൃംഖലയായിട്ടുള്ള തട്ടിപ്പിൽ അനുഭവിക്കുന്ന മനുഷ്യര് ആണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. പണം പോകുന്നു, മാനാഭിമാന പ്രശ്നം ഉണ്ടാകുന്നു, അതിന്റെ മുകളിൽ ഇനി നിയമപരമായ പ്രശ്നങ്ങളും കൂടി നേരിടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചാൽ മനുഷ്യൻ ഒന്ന് മാറിയിരിക്കും. അത് പിന്നീട് വലിയ തട്ടിപ്പാണെന്ന് തെളിയുമ്പോൾ മാധ്യമങ്ങളോടക്കം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ്. മാധു, ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നമ്മളല്ലേ ഭൂമി ജീവിക്കുന്നത്, നമ്മളാരും ഞാനെന്തായാലും ഒരു വലിയ ബുദ്ധിജീവിയൊന്നും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എല്ലാ ദിവസവും കേരളത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറുന്നുണ്ട്. ഇതേ സമാനമായ തട്ടിപ്പുകൾ മാധ്യമങ്ങൾ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇത്ര തട്ടിപ്പുകൾ പുറത്തുകൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്ന വലിയൊരു സേവനം തന്നെയാണ്. അങ്ങനെ നമ്മൾ നിരന്തര തട്ടിപ്പുകൾ കേൾക്കുമ്പോൾ ഇത്തരം തട്ടിപ്പ് ശ്രീചിത്രയിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഒരാൾ തട്ടിപ്പ് കൊടുത്താൽ അത് ആരെ തടുത്തു തരാൻ?
BJP സംസ്ഥാന കമ്മിറ്റി മുൻ ഇടുക്കി DCC പ്രസിഡന്റ് ബെന്നി പെരുവന്താനം. ഈ ബെന്നി പെരുവന്താനം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഇടുക്കിയിലെ പലരെയും കുടിക്കുന്നത്. ഇപ്പൊ ആ ഡ്രൈവർ ആ പാവ മനുഷ്യനോട് ഇരിപ്പോൾ എനിക്ക് അയാളുടെ സഹതാപം തോന്നുന്നു. ഈ ബെന്നി പെരുവന്താനം തിരുവനന്തപുരത്തിന് ഓട്ടം കൊണ്ടുപോയത് പോലും അയാളെക്കുറിച്ച് ഫ്രോഡുകൾ പഠിച്ചിട്ട് തിരുവനന്തപുരമൊക്കെ ചെല്ലില്ല, വിശ്വസിക്കും. അയാൾ എവിടെയൊക്കെ ഇറങ്ങി തിരിച്ചു പോരുന്ന വഴിക്കാണ് ഈ നമ്പർ ആ മനുഷ്യൻ്റെ അടുത്ത് ഇറക്കുന്നത്. ഈ പാവ മനുഷ്യനെ വിശ്വസിച്ചു. അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? പക്ഷെ ആ മനുഷ്യനോട് എനിക്ക് സഹതാപമുണ്ട്. കാരണം അങ്ങനെ ഒരു ടാക്സി ഡ്രൈവറാണ്, കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടാൻ 15 ലക്ഷം രൂപ കൊടുക്കുന്നു. അവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഈ സമയത്ത് ഇത് ചർച്ച ചെയ്യുന്നതുമൊക്കെ ഈ വിഷയങ്ങൾ തന്നെയല്ലേ? ചർച്ച ചെയ്യാതിരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരൊറ്റ സിമ്പിൾ ചോദ്യം. ബഹുമാനപ്പെട്ട ബിജു പങ്കജ് വളരെ തന്ത്രപരമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസത്തിൽ അദ്ദേഹം അഗ്രഗണ്യൻ, എനിക്ക് വണ്ടിയാർ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടുള്ള അദ്ദേഹം ഇത് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് അവസരം കിട്ടുമായിരുന്നോ? ഇതുങ്ങളെല്ലാം പേടിച്ചിട്ട് അഭിമാനബോധത്തോടെ വീട്ടിൽ ഇരിക്കത്തില്ലേ? ഇല്ലേ? ഈ പോലീസ് സ്റ്റേഷൻ അറിയുമോ? നമ്മളറിയോ? ഇവർക്ക് എന്തെല്ലാം സംവിധാനമുണ്ട് ഇവിടെ ഇതൊന്ന് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്? ഇതുപോലത്തെ മനുഷ്യൻ ഇതുപോലത്തെ നോക്കൂ, ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ഒരു വീട്ടമ്മയെ വിളിച്ച് സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ നേരത്തെ പുറത്തുവിട്ടു. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്കിത് മതി, എല്ലാവരും പറയുകയാണ്, ചാനലുകാരെയൊക്കെ അറിയിക്കാം എന്നുള്ളത്. അതായത് മനുഷ്യന്മാരൊരു പ്രതീക്ഷ വെക്കുന്നത് അങ്ങനെയൊക്കെയാണ്. പുറത്തറിയും, നാട്ടുകാരറിയും, കേസുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അത് അല്ലാതെ ഈ സംവിധാനം അനങ്ങുന്നില്ലത്. ഈ പോലീസ് സ്റ്റേഷനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷന്റെ കാര്യം നമ്മൾ അറിയുമായിരുന്നു എന്നുള്ളത്. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഒരു നിയമ സംവിധാനത്തിൽ ഒരാൾ പരാതിയുമായി ചെല്ലുമ്പോൾ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ നിയമപാലകരൊക്കെ അവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, പിന്നെ ഞാൻ മാധുരോട് ചോദിക്കട്ടെ. എനിക്ക് ചോദ്യം കേട്ടപ്പോഴത്തേക്ക് ഇതായിട്ട് തോന്നി. അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ കേരളത്തിൽ ചെന്നു, അവിടെ നിന്ന് പരിഗണന കിട്ടിയില്ല. ഈ രാജ്യത്ത് എന്തെല്ലാം സംവിധാനമുണ്ട്, അതിന് മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവിടെ ഒരു അക്ഷയ സെന്ററിൽ പോയ ഒരു മെയിൽ കൊടുക്കുക, ഇദ്ദേഹത്തിന് പൈസ പോയിരിക്കല്ലേ? അല്ല, മറുപടി കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ ശരി. ഒരാൾ പരാതി കൊടുക്കുമ്പോൾ ആ പരാതി എടുത്തു വെച്ചിട്ട് അതിൽ FIR രജിസ്റ്റർ, അല്ല ഒരു മിനിറ്റ്, മറുപടി കിട്ടിയില്ല എന്നുള്ളതാണെങ്കിൽ ശരി. ഇതിന് പകരം ഭീഷണിയാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഇന്ന ആളുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തന്നെ, നിങ്ങളുടെ പേരിൽ ഒരു കേസ് വരും, അവസാനം നിങ്ങളെ കാണുകയുള്ളൂ, ആദ്യത്തെ 2 ദിവസം ചർച്ചയൊക്കെ കാണും, അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണി കൂടി നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട മനുഷ്യർ പിൻവാങ്ങി പോകുന്നത്. നേരത്തെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ നമുക്ക് അവരെ കുറ്റം പറയാൻ ഒരുപാടുണ്ടാകും. എനിക്ക് ചോദിക്കണമെന്നുണ്ട്, നിങ്ങൾ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്, വെള്ളരിക്ക പട്ടണമാണോ, നിങ്ങൾ പൈസ കൊടുത്തിട്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. പക്ഷെ അവരോടത് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അവരുടെ തെറ്റുകുറ്റങ്ങൾ എണ്ണി പറയുകയല്ല എന്റെയും അങ്ങയുടെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 100% യോജിക്കുന്നു. കാരണം നമുക്ക് അവരോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അവർ പോയി ഇതുപോലത്തെ തട്ടിപ്പുകാരുടെ വലയിൽ വീഴുന്നതിനുള്ള അമർഷമാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ നിത്യേന ഇത്ര തട്ടിപ്പുകാരുടെ വാർത്തകൾ കൊണ്ടുവരണ്ടേ? നിങ്ങൾ ഇതിനെ കൊണ്ടിരുന്നത് ബോധവൽക്കരണത്തിനല്ലേ? അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരുടെ വാർത്തകൾ ഞാൻ കൊടുക്കുകയെന്ന് പറഞ്ഞു മാധ്യമത്തിന് ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾ മനുഷ്യനെ ബോധവൽക്കരിക്കാനാണ് ഈ സ്ഥിരമായിട്ട് ഈ മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളം തട്ടിപ്പുകാരുടെ ഒരു ഹബ്ബുവാ. അതല്ല ഞാൻ പറഞ്ഞു, നേരം വിളിക്കുമ്പോഴേ എഴുന്നേറ്റ് ചെല്ലിരിക്കും എന്നെ ഒന്ന് തട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിത്യവും ഇപ്പൊ സൈബർ തട്ടിപ്പുകൾ സ്ഥിരമായിട്ട് കേരളത്തിൽ വരുന്നു, ഒരേ പാറ്റേണിൽ. എന്നിട്ടും കൊണ്ട് പഴയ ആടുമാഞ്ചിയം മുതൽ ഇപ്പോഴത്തെ സൈബർ തട്ടിപ്പ് വരെ കേരളമാണ് അതിന്റെയൊക്കെ വിളനിലമായി മാറുന്നത് എന്നുള്ളത്. നമ്മൾ ഏറ്റവും പ്രബുദ്ധരായവരാണ്, ബുദ്ധിയിലേറെ മുന്നിൽ നിൽക്കുന്നവരാണെന്നൊക്കെ അഭിമാനിക്കുമ്പോഴും ഇത്തരം തട്ടിപ്പുകൾക്ക് ആദ്യം കൊണ്ടുപോയി തലവെച്ച് കൊടുക്കാനുള്ള നമ്മുടെ ഒരു പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ് എന്നുള്ളത് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല എന്നത് പ്രധാനമാണ്. ആരെങ്കിലും ഒരാൾ വന്നാൽ കയ്യിലിരിക്കുന്ന പൈസ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ രീതിയായി പോയി. പക്ഷേ ആ സംവിധാനം, അങ്ങനെ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടെങ്കിൽ ഈ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതാണ്. പറയൂ. ഒരു ഒറ്റ കാര്യം പറയാനാണ് ഞാൻ അനുവദിക്കുന്നത്. അതായത് ബെന്നി പെരുവന്താനം എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ വിശ്വസിച്ചാണ്, ആ വ്യക്തി DCC ജനറൽ സെക്രട്ടറിയാണ്. വിചിത്രമായ വാദങ്ങൾ കൊണ്ട് അയാളുടെ മകളിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇയാൾ റീപോസ്റ്റ് ചെയ്ത കഥകളെന്ന് ഞാനിവിടെ മനഃപൂർവ്വം പറയാതിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി മരിച്ചതോട് ബന്ധപ്പെട്ട് അത് ഞാൻ ആ ചാപ്റ്റർ ഞാൻ ഓപ്പൺ ചെയ്തില്ല. അത് പറഞ്ഞാൽ ഇതിൽ കൂടെ ഒക്കെ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് പോട്ടെ, ആ കുട്ടിയെ വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഇപ്പോൾ അവസാനം അയക്കാതെ പിൻവലിക്കേണ്ടത്, അത് പോട്ടെ. എന്നിട്ട് BJP വന്ന് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഈ രീതിയിൽ പറയുമ്പോൾ സാമാന്യ രീതിയിൽ ഈ ഒരു ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക് ഡ്രൈവറെ മോശമായിട്ടാ പറഞ്ഞത്, ആ മനുഷ്യൻ വീണു പോകും. സത്യ
പക്ഷേ ചോദ്യം വേറൊന്നുണ്ട്. ആ BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ശരിയാണോ? കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിൽ പോലും ജോലി മേടിച്ചു തരാൻ എന്ന് പറയുന്നു. ഇയാൾ എന്നെ കൊണ്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഞാൻ കൊടുക്കണോ എന്ന് ഒരു വ്യക്തിയോടൊന്നും ചോദിക്കാൻ മേലെ. അറിവില്ലായ്മ ഒരു കുറ്റമല്ല. അറിവില്ലായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടൊന്നും ചോദിച്ചുകൂടെ? ഇതെല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യാനും ആളുകളെ പറഞ്ഞു മയക്കാനും കഴിവുള്ളത് കൊണ്ടാണല്ലോ വീട് വിറ്റടക്കം പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് വിലസാൻ കഴിയുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് തോന്നുന്നു.